ഗൈസ്, ജൂൺ 12 മുതൽ 20 വരെ നടക്കാൻ പോകുന്ന സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം സെന്റേഴ്സിന്റെ കാര്യത്തിൽ ഒരു ധാരണയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, മിസ്സേ ഞങ്ങളുടെ സ്കൂളിൽ തന്നെ വെച്ചല്ലേ പരീക്ഷ? അങ്ങനെയല്ല മക്കളെ, സേ എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാമിന്റെ കാര്യത്തിൽ ചെറിയ മാറ്റമുണ്ട്. അപ്പോൾ ഇതാണ് നിങ്ങളുടെ പരീക്ഷാ കേന്ദ്രം സംബന്ധിച്ച് വന്നിട്ടുള്ള ഓർഡറിന്റെ ഫസ്റ്റ് പേജ്. ഓക്കെ, അപ്പോൾ ഇതിൽ നോക്കി കഴിഞ്ഞൊരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞുതരാം. ഇപ്പം നോക്കിയാൽ ഇവിടെ ട്രിവാൻഡ്രത്തെ ഒരു സ്കൂളുകളുടെ കേസ് ഉണ്ട്. ഇവിടെ നോക്കിയാൽ 1, 2, 3 സ്കൂളുകൾ: കിളിമാനൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ, മടവൂർ NSS HSS, അതുപോലെ തന്നെ തട്ടത്തുമല ഗവൺമെന്റ് ഹൈസ്കൂൾ. ഈ 3 സ്കൂളുകൾക്കും കൂടെ കണ്ടോ ഏതാണ്? കിളിമാനൂർ വെച്ചിട്ടാണ്, ഗവൺമെന്റ് HSS വെച്ചിട്ടാണ് സേ അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം വരിക. അപ്പോൾ ഈ മടവൂരിലെ കുട്ടികളും തട്ടത്തുമലയിലെ കുട്ടികളും എവിടേക്ക് വരണം? കിളിമാനൂരിലേക്ക് വരണം. അപ്പോൾ ഇതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ എല്ലാ സ്കൂളുകളിലും വരുന്നത്. ഒരു 3-4 സ്കൂളുകൾക്ക് ഒന്നിച്ച്, അടുത്തടുത്തുള്ള 3-4 സ്കൂളുകൾക്ക് ഒന്നിച്ചൊരു സെന്ററിലായിരിക്കും പരീക്ഷ വരിക. മനസ്സിലായല്ലോ? അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂളിൽ തന്നെ ആയിക്കൊള്ളണമെന്നില്ല. നിങ്ങൾക്ക് ചിലപ്പോൾ അടുത്തുള്ള വേറെ ഏതെങ്കിലും സ്കൂളിലായിരിക്കാം സേ എക്സാം അല്ലെങ്കിൽ ഇംപ്രൂവ്മെന്റ് എക്സാം വരുന്നത്. സംഭവം ക്ലിയർ ആയല്ലോ? ഇനി നിങ്ങൾക്ക് ഏത് സെന്ററിലാണ് നിങ്ങളുടെ പരീക്ഷ വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഈ വീഡിയോയുടെ അടിയിൽ നമ്മളൊരു ലിങ്ക് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഒരു ഫോമാറ്റിൻ്റെ മൊത്തം PDF നിങ്ങൾക്ക് അവിടെ അവൈലബിൾ ആയിരിക്കും. നിങ്ങൾ നിങ്ങളുടെ എടുക്കുക, സ്കൂൾ ഏതാണെന്ന് ചെക്ക് ചെയ്യുക, കൃത്യമായിട്ട് ഏത് സെൻറ്ററിൽ പോയിട്ടാണ് പരീക്ഷ എഴുതേണ്ടത് എന്നുള്ളത് നോട്ട് ചെയ്ത് വെക്കുക. നമ്മൾ പഠിച്ചാൽ മാത്രം പോരാ, പരീക്ഷാ സ്ഥലം എവിടെയാണെന്ന് അറിയണം, പരീക്ഷ സമയം അറിയണം, പരീക്ഷാ തീയതി അറിയണം. അപ്പം സെൻറ്റർ നിങ്ങൾക്ക് ഈ ഒരു PDF-ൽ നിന്ന് കിട്ടും. നിങ്ങൾ സമയവും ഏത് തീയതി എന്നുള്ളത് നോക്കിയായിരുന്നോ? ഇതാ മിസ് കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിരുന്നു അല്ലേ, എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് പറഞ്ഞിട്ട്. അപ്പോൾ നിങ്ങളത് നോക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ ഒരു വീഡിയോ നമ്മൾ ഈ കമൻറ്റിൽ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡേറ്റും എക്സാമിൻ്റെ സമയമൊക്കെ കൃത്യമായിട്ട് നോക്കി വെക്കുക. എന്നിട്ട് അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്യുക, നന്നായിട്ട് പരീക്ഷ എഴുതി നല്ല മാർക്ക് മേടിച്ച് വരിക. റെഡിയാണല്ലോ? അപ്പോൾ 3 കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത്. 1, പരീക്ഷ എഴുതാൻ പോകുന്ന സ്ഥലം, സമയം, തീയതി. റെഡി? ഓൾ ദി ബെസ്റ്റ്.